PV അൻവർ കൂടി അങ്കത്തട്ടിലെത്തിയതോടെ ചതുഷ്കോണ പോരിനൊരുങ്ങി നിലമ്പൂർ. ഒരാഴ്ചയോളം നീണ്ടുനിന്ന നാടകീയ നീക്കങ്ങൾക്കൊടുവിലാണ് PV അൻവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ഇരു സ്ഥാനാർത്ഥികളെയും പ്രതിപക്ഷ നേതാവ് VD സതീശനെയും കടന്നാക്രമിക്കുന്നതായിരുന്നു ഇന്നത്തെ അൻവറിന്റെ വാർത്താ സമ്മേളനം. കേരളത്തിൽ നാളെ ഞങ്ങൾ ഈ പറയുന്ന നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതവും ആശീർവാദവും തേടുകയാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി PV അൻവർ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇനിയുള്ള 19 നാൾ പ്രചാരണം എങ്ങനെയായിരിക്കുമെന്നതിന്റെ ചൂണ്ടുപലകയായിരുന്നു അൻവറിന്റെ വാർത്താ സമ്മേളനം. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാരോപിച്ച അൻവർ സതീശന് ഹിറ്റ്ലറിസം എന്നും പറഞ്ഞു. കോൺഗ്രസിലെ ഉത്തരവാദിത്തപ്പെട്ട കാരണവന്മാരായി ഇന്ന് തിളങ്ങി നിൽക്കുന്ന മുല്ലപ്പള്ളി സാർ ഉൾപ്പെടെ AK ആന്റണി സാർ ഉൾപ്പെടെ സുധീരൻ സാർ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരെയും സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ നേടും, ഞാൻ തീരുമാനിക്കും. ഒരു ഹിറ്റ്ലറിൻ്റെ രൂപം നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഈ വ്യക്തിയിൽ? ഇന്നത്തെ ഈ അവസാനത്തെ ആ പ്രഖ്യാപനമൊക്കെ നിങ്ങൾ കണ്ടില്ലേ? വാതിലടച്ചു. ആര്യടൻ ഷൗക്കത്ത് വിജയിക്കില്ല. അതിനുള്ള കാരണങ്ങളായി ആരോപണങ്ങൾ ഉന്നയിച്ച അൻവർ M സ്വരാജിനെതിരെയും കടുത്ത വിമർശനം ഉന്നയിച്ചു. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ബാധിക്കില്ലെന്നാണ് UDF നേതാക്കളുടെ പ്രതികരണം. ചർച്ചയുടെ വാതിലുകൾ അടഞ്ഞെന്നും നേതാക്കൾ. ഞങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞു, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണം. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ UDFിലെ അസോസിയേറ്റ് മെമ്പറാകുന്ന കാര്യം ആലോചിക്കുക. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരെ ഇന്നും വന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ആ വാതിലടച്ചു. PV അൻവറിന്റേത് കോൺഗ്രസിന്റെ വിഷയമെന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. LDFിനെ ബാധിക്കില്ലെന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജും പറഞ്ഞു. ഇരു മുന്നണികളെയും കടന്നാക്രമിച്ചുകൊണ്ടുള്ള പ്രചാരണത്തിൽ വോട്ടുകൾ നേടാമെന്ന കണക്കുകൂട്ടലിലാണ് PV അൻവർ ക്യാമ്പ്. ടീം 24 നിലമ്പൂർ.